കോളേജിനടുത്തെത്താനായതും വാട്സാപ്പിൽ വന്ന നോട്ടിഫിക്കേഷൻ കണ്ടവൾ ഓപ്പൺ ചെയ്ത് നോക്കി. അച്ചു അയച്ച ഫോട്ടോയും അതിലെ ഡീറ്റെയിൽസും കാണി നിർവികാരമായി നിന്നു പോയവൾ. അടുത്ത നിമിഷം അഫിയുടെ ഫോണിൽ നിന്നും കോൾ വന്നതും ഒരു നിമിഷം ഒന്നാലോചിക്കുന്നതിന് ശേഷം അസ്വസ്ഥതയുടെ കോൾ എടുത്ത് കാതോട് ചേർത്തവൾ. അപ്പുറം അവൻ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കെ കഴുത്തിലെ താലിയിൽ പിടിമുറുക്കിക്കൊണ്ട് തുമ്പി തന്റെ മിഴികൾ ഇറക്കിയടച്ചു. തിരിച്ചൊരു വാക്കുപോലും പറയാൻ ഇല്ലാത്തതുപോലെ ഇരുന്നു പോയി തുമ്പി. വണ്ടി തിരിക്ക്. കോളേജിന് മുന്നിലെത്തിയതും വണ്ടി തിരിക്കാൻ ഡ്രൈവറോട് പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നവൾ. അവളാകെ ഡിസ്റ്റർബൻസ് ആണെന്ന് മനസ്സിലായെങ്കിലും ഡ്രൈവർ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഫോണിൽ അവൾ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് വണ്ടി തിരിച്ചയാൾ. ഫ്ലാറ്റിനുള്ളിലെ റൂമിൽ പഞ്ചിങ് ബാഗിലായി തന്റെ ദേഷ്യവും സങ്കടവും ഒരുപോലെ തീർക്കുന്ന തിരക്കിലായിരുന്നു ശിവ. ഉറച്ച പേശികളുള്ള അവന്റെ ശരീരം വിയർപ്പിൽ കുതിർന്നിരുന്നു. നെഞ്ചിലും കയ്യിലുമായി ചെയ്തിരുന്ന ടാറ്റു അവന്റെ ശരീരത്തിന് വല്ലാത്തൊരു വശ്യത നൽകുന്നു. ഏത് പെണ്ണും കൊതിക്കുന്ന പുരുഷ സൗന്ദര്യം അവനുണ്ട്. കണ്ണുകൾക്ക് പോലും ആജ്ഞാശക്തി. തുടർച്ചയായി മുഴങ്ങുന്ന കോളിംഗ് ബെല്ലിന്റെ ശബ്ദം സഹിക്കാൻ വയ്യാതെ വന്നതും അവനൊരു ദേഷ്യത്തോടെ വന്ന് വാതിൽ തുറന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന് നിൽക്കുന്നവളെ കാണി ആ മിഴികൾ ഒന്ന് വിടർന്നു. ഒരു നിമിഷം സ്വപ്നമാണെന്ന് പോലും ചിന്തിച്ച് നിന്നുപോയി ശിവ. ആരിൽ നിന്നും മറിഞ്ഞിരിക്കാനാണോ ആഗ്രഹിച്ചത്? ആരെ മറക്കാനാണോ ഓടി വിളിച്ചത്? അവൾ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്തു പറയണം ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. ആ മിഴികൾക്ക് മുന്നിൽ മാത്രമാണ് എന്നും നിശബ്ദനായി പോകുന്നത്. ആ മിഴികൾക്ക് മുന്നിൽ മാത്രമാണ് മനസ്സ് കുടുങ്ങിപ്പോകുന്നത്. അവളും നോക്കി കാണുമായിരുന്നു തൻ്റെ പാതിയെ. ആയുഷ് വർമ്മയായിട്ടല്ല, ശിവദർശായിട്ട്. ആദ്യമായി എന്ന പോലെ അവനെ നോക്കിന്നു പോയവൾ. അച്ചുവിൽ നിന്നും പറഞ്ഞ കാര്യങ്ങൾ, അഫിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ, ശിവദർശന ജീവിതം പകുതി താളുകളെങ്കിലും തനിക്ക് മുന്നിൽ തുറക്കപ്പെട്ട സാഹചര്യത്തിൽ തെറ്റു പറയാൻ തോന്നിയില്ല, കുറ്റപ്പെടുത്താൻ തോന്നിയില്ല, പകരം ചേർത്ത് പിടിക്കാൻ, എന്നും കൂടെ കാണുമെന്ന് പറയാൻ, ഈ നിമിഷം മുതൽ നിന്റെ മാത്രമാണെന്ന് പറയാൻ ഓടി വന്നതാണവൾ. പക്ഷെ ഇത്രയടുത്ത്, അതും ഷെഡ്ലെസ്സായി കണ്ടപ്പോൾ പെണ്ണിന് എന്തോ പോലെയായി. ചിരിക്കണോ കരയണോ അതോ വേറെ വല്ലതും ചെയ്യണോ എന്നറിയാത്ത അവസ്ഥ. മുന്നിൽ നിൽക്കുന്നവൻ ഏതവസ്ഥയിലായാലും തുമ്പിയെ കണ്ടാൽ അത്ര നേരം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതെല്ലാം മായ്ച്ചു കളഞ്ഞ് ഫ്രീസായി നിൽക്കും. തുമ്പി അവനെ നോക്കിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി. അവനും ഒരു ചിരിയുടെ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവൾക്ക് പുറകെയും. ആ ഫ്ലാറ്റ് ആകമാനം ഒന്ന് നോക്കിയവൾ. വെൽ ഫർണിഷ്ഡ് ആണെല്ലാം, അടുക്കും ചിട്ടയുമുണ്ട്. ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ നീ? അത്രയും പതിയെ ചോദിച്ചവൻ. ഇല്ല. ചുറ്റും കണ്ണുകൾ പായിച്ചുകൊണ്ട് തന്നെ അവൾ അതിന് മറുപടി പറഞ്ഞു. വേദ, ഞാൻ അറിയാം. എന്ത്? ഇപ്പോൾ പറയാൻ പോകുന്നത് എന്തെന്നറിയാം. അവളുടെ മറുപടിയിൽ അവനൊരു സംശയത്തോടെ നോക്കി. അവളൊന്ന് ചിരിച്ചു. പിന്നെ കഴുത്തിൽ കിടന്ന താലിയെടുത്ത് അവന് നേരെ ഉയർത്തി കാണിച്ചവൾ. പുറകിലായി എഴുതിയ തൻ്റെ പേര് കണ്ടതും അവനൊരു ഞെട്ടലോടെ അവളെ നോക്കി. പ്രതികാരം ആയിരുന്നല്ലേ? വേദന നിറഞ്ഞ ചിരിയോടെ ചോദിച്ചവൾ. ഒരു നിമിഷം ഉത്തരമില്ലാതെ തറഞ്ഞു നിന്നവൻ. ആരെയും പറഞ്ഞുകൊണ്ട് ഇന്നോളം ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടുമില്ല. എന്നോട് എന്തിനാ ദർശ് പ്രതികാരം ചെയ്യണേ? പതിയെ അവളത് ചോദിക്കുമ്പോൾ ഉള്ളം വല്ലാതെ പിടയ്ക്കുന്നത് അവൻ അറിഞ്ഞു. പക്ഷെ വേദ സ്നേഹിച്ചത്, പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. കള്ളമോ കളങ്കമോ അതിലില്ല. അവളുടെ ഓരോ വാക്കിലും നിന്നും ഒരുങ്ങുകയായിരുന്നു അവൻ. കുറ്റപ്പെടുത്തുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. പക്ഷെ പതിയെയുള്ള ആ വാക്കുകൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞവൻ്റെ മറുപടി പറയാനില്ലാതെ മിഴികൾ ഇറക്കി അടച്ചു നിന്നവൻ. അടുത്ത നിമിഷം തുമ്പി അവനെ മുറുക്കെ പുണർന്നു. ഞെട്ടലോടെ മിഴികൾ തുറന്നു നോക്കിയതും കണ്ടു തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്ന പെണ്ണിനെ. ആ കുഞ്ഞു കൈകൾ കൊണ്ട് പറ്റുന്നത്ര മുറുക്കെ പിടിച്ചിട്ടുണ്ടവൾ. കണ്ണ് തുറന്നു വെച്ചൊരു സ്വപ്നം കാണുന്നത് പോലെ ശിവ തറഞ്ഞു നിന്നുപോയി. എനിക്ക് നിന്നെ വെറുക്കാനാവില്ല ദർശ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയി. എല്ലാത്തിനും മുകളിൽ യു ആർ മൈ ഹസ്ബൻഡ്. ഐ നീഡ് യു. മറ്റൊന്നും അറിയണ്ട എനിക്ക്. നീ ആരാണെന്നോ എന്തിനു വന്നെന്നോ ഒന്നും. കരഞ്ഞുകൊണ്ട് അവളത് പറയുമ്പോൾ ഉള്ളിലെരിയുന്ന കനലിൽ മഴ പെയ്ത് തോർന്നപ്പോൾ തോന്നിയവന്. പക്ഷെ ഒരു നിമിഷം താൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ, തനിക്ക് വിധിക്കപ്പെട്ട വാത്സല്യം, സ്നേഹം, അങ്ങനെയെല്ലാം ഓർത്തതും അവളെ ചേർത്ത് പിടിക്കാൻ തോന്നിയില്ല അവന്. അവനുള്ളം അറിഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു. അറിയാം, എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്, ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചതല്ലെന്നും. സാരില്ല, മനസ്സിലാകും എനിക്ക്. പക്ഷേ എന്തോ ആഗ്രഹിച്ചു പോയി. സോറി. പറഞ്ഞുകൊണ്ട് അകന്നു മാറാനായി അവൾ ഒരുങ്ങിയതും ഇരു കൈകൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി പൊതിഞ്ഞു പിടിച്ചവൻ. ഒരു നിമിഷം അവൾ അടർന്നു മാറാൻ ഒരുങ്ങിയ ഒരു നിമിഷം കൊണ്ട് അവനിൽ ഉയർന്ന ഭയം, വേദന എല്ലാം അകന്നു പോയതവൻ അറിഞ്ഞു.
ഈ ലോകത്ത് ഒന്നിൻ്റെ പേരിലും അവളെ വിട്ടുകൊടുക്കാൻ ആവില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ നിമിഷം തനിച്ചു നിന്നു പോയവൾ ഇറക്കെ അടച്ചു കളഞ്ഞ മിഴികളിൽ നിന്നും ചുടുകണ്ണുനീർ അവൻ്റെ നെഞ്ചിലായി വന്ന് പതിച്ചു. അതറിഞ്ഞാണ് അവൻ്റെ കണ്ണിലെ പ്രണയം, അതും ആദ്യമായി കണ്ട നാൾ മുതൽ തന്നെ. അതിലൊരിക്കലും കള്ളമില്ലായിരുന്നു. ചേർത്ത് പിടിച്ചപ്പോഴും ശ്വാസം പകുത്തു നൽകിയപ്പോഴുമെല്ലാം അവനിലെ പ്രണയത്തിൻ്റെ തീവ്രത അറിഞ്ഞതാണ്, അനുഭവിച്ചതാണ്. എങ്കിലും ഇത്ര വേഗം ഒരു വെളിപ്പെടുത്തൽ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏറെ നേരം കടന്നുപോയി. അവളിൽ നിന്നും പതിയെ അകന്നു മാറിക്കൊണ്ട് മുഖം അമർത്തി തുളച്ചവൻ അടുത്ത നിമിഷം തന്നെ പെണ്ണിൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞുകൊണ്ടവൻ അവളെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. കണ്ണുകൾ വീഴ്ച നോക്കുന്നവനെ നോക്കി നിൽപ്പാണ് തുമ്പി. ദർശൻ്റെ കണ്ണിൽ കുഞ്ഞൊരു കുസൃതി തിളങ്ങി. ഇല്ലിക്കലെ രാജകുമാരി, ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി അകന്നു മാറാൻ നീ ആഗ്രഹിച്ചാലും നടക്കില്ല വേദ. എൻ്റെയാ ഇല്ലിക്കൽ കോവിലകത്തെ രാജകുമാരി ഈ തന്തയില്ലാത്തവന് സ്വന്തമാണ്. ഒരിക്കൽ കൊല്ലാൻ വലിച്ചെറിഞ്ഞവൻ തന്നെ എല്ലാമായ കൊച്ചുമകളെ സ്വന്തമാക്കിയതെന്ന് മിനിസ്റ്റർ നേരിട്ട് കാണും. ആ നിമിഷം അയാൾ ഉരുകുന്നത് എനിക്ക് കാണണം. പ്രതികാരമാണോ? ഒരിക്കലുമല്ല. അതിനുള്ള യോഗ്യത പോലും അയാൾക്കില്ല. മറുപടി ഏതുമില്ലായിരുന്നു അവൾക്ക്. അല്ലെങ്കിലും എന്തു പറയും, അനുഭവിച്ചത് മുഴുവനും അവൻ മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം, സ്റ്റിൽ ഐ ലവ് യു. എന്താ? വാ തുറന്നു നിന്നു പോയവൾ. ഈ തുമ്പിപ്പെണ്ണ് എൻ്റെ മാത്രം വേദയാണ്, ഭാര്യയാണ്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളൊരു അസറ്റ് അത് നീയല്ലേ. നീ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിലും ഞാനങ്ങ് വന്നേനെ. എന്നിട്ട് തൂക്കിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നേനെ. വാശിയോടെ പറയുന്നവനെ അതിലേറെ കൗതുകത്തോടെ നോക്കി നിന്നവൾ ഇങ്ങനെ മേഴ്ചി നിൽക്കാതെ, എൻ്റെ ഭാര്യയെ കുറുമ്പോടെ അവനത് പറയുമ്പോഴും അവളത് കേട്ടോ എന്ന് പോലും സംശയമാണ്. അവളെ നിൽപ്പ് കണ്ടതും മുഖം താഴ്ത്തി ആ തുടുത്ത കവടിലായി പതിയൊന്ന് കടിച്ചു വിട്ടവൻ ഞെട്ടലോടെ അവനിൽ നിന്ന് മകന്ന് മാറിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. താൻ കടിച്ചുവിട്ട കവളിൽ കൈ ചേർത്ത് തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ കാണി അവനിൽ കുറുമ്പ് നിറഞ്ഞ ഒരു ചിരി പിരിഞ്ഞു. എന്നെ കടിച്ചിട്ട് ചിരിക്കുന്നോ ദുഷ്ട? മുഖം വീർപ്പിച്ച് ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളിയതും പുറകിലെ സോഫയിലേക്ക് വീഴുന്നതിനൊപ്പം അവളെയും ചുറ്റിപ്പിടിച്ച് തന്നെ നെഞ്ചിലേക്കിട്ടവൻ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു തുമ്പി. അവൻ്റെ ശ്വാസം തന്നിൽ തട്ടി അകലുന്നത് അവൾ അറിഞ്ഞു. മിഴികൾ ഇറക്കി അടച്ച് തന്നെ നെഞ്ചിൽ കിടക്കുന്നവളെ കാണി ശിവയുടെ മിഴികൾ ഒന്ന് പിടർന്നു. കണ്ണു തുറക്ക് ഭാര്യയെ. പതിയെ, അത്രയും പതിയുള്ള അവൻ്റെ വാക്കുകൾ ഉയർന്നു പോയ ഹൃദയതാളം അടക്കി നിർത്താനാവാതെ അങ്ങനെ നിന്നു പോയവൾ അടുത്ത നിമിഷം ദർശ് ഒന്നും മറിഞ്ഞുകൊണ്ട് അവളെ തനിക്കടിയിലാക്കി. ഒന്ന് ഞെട്ടിയെങ്കിലും മുഖം വീർപ്പിച്ചു വെച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി അവൾ. തുമ്പി ചുവന്നു. ആ നിന്റെ മുഖമാകെ ചുവന്നുവെന്ന്. അത് എന്നെ കടിച്ചിട്ടാ. ഞാൻ അവിടെയല്ലേ കടിച്ചേ. ഇതിപ്പോൾ മൊത്തം ചുവന്നു. കുറുമ്പ് പിടിച്ച ചിരിയോടെ വീണ്ടും അവൻ പറയുമ്പോൾ മുഖത്തെ നാണം ഒളിപ്പിക്കാനെന്ന പോലെ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പെണ്ണ്. അവനും എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു അവളോട്. അതേ മാർഗേ, എനിക്ക് പോകണം. ചെക്കനെ തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് തുമ്പി പറഞ്ഞതും അത്രയും നേരം ചിരിച്ചു കൊണ്ടിരുന്നവൻ്റെ മുഖം ഒന്ന് മങ്ങി. അവൾക്കത് മനസ്സിലാവുകയും ചെയ്തു. പോണം ദർശ്. തറവാട്ടിലിപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും ഞാൻ ഇങ്ങോട്ടാ വന്നതെന്ന്. അതിനെന്താ? ദേഷ്യത്തോടെ ചോദിക്കുന്നവനെ ദയനീയമായി ഒന്ന് നോക്കിയവൾ. യു ആർ മൈ വൈഫ്. ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്. എൻ്റെ കൂടെ നീ നിൽക്കുന്നത് ചോദിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല വേദ. അത്രയും ദേഷ്യത്തോടെ അവനെ മുൻപ് കണ്ടിട്ടില്ലവൾ. കുഞ്ഞൊരു ഭയം തോന്നി തുമ്പിക്ക്. ഇന്നവരെ ആരും ഇത്ര ദേഷ്യത്തോടെ അവളോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ പാവം തുമ്പിപ്പെണ്ണിന് ഒരു കലിപ്പിനെയാണോ കണ്ണ നീ പാതിയായി കണ്ടുവച്ചിരുന്നേ? ചുണ്ടു കൂർപ്പിച്ച് സാക്ഷാൽ കൃഷ്ണനോട് പരാതി പോലെ മനസ്സിലായി പറയുന്നവളെ കാര്യം മനസ്സിലാവാതെ നോക്കിയവൻ. ചെക്കന് മൈൻഡ് റീഡിംഗ് ഒന്നും അറിയില്ലല്ലോ അവൾ മനസ്സിൽ പറയുന്നത് കേൾക്കാൻ. ദർശ, എന്നെ വിട്ടു പോകും എന്ന് ചോദിച്ചാൽ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ വേദ. എടുത്തടിച്ചതുപോലെയുള്ള അവൻ്റെ മറുപടിയിൽ എന്തു പറയണം എന്നറിയാതെ നിന്നു പോയവൾ. വാശിയാണ് അവനിൽ. അതിനു മുകളിൽ അവളോടുള്ള ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചു. ആർക്കും ഒന്നിനും അവളെ വിട്ടുകൊടുക്കില്ല എന്ന പോലെ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ചുണ്ടുകൾ വിതിമ്പിക്കൊണ്ട് പറയുന്നവൾ അവൻ്റെ മനസ്സിനെ നോവിച്ചെങ്കിലും അവനത് കാണാത്തതുപോലെ ഭാവിച്ചു. അടുത്ത നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവളിൽ നിന്നും അകന്നു മാറി ബാൽക്കണിയിലേക്ക് പോയവൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു തുമ്പി. വീട്ടുകാർ വന്ന് വിളിച്ചാൽ പോവാതിരിക്കാനാവില്ല. പക്ഷേ അവനെ വിട്ട് ഇനിയൊരു മടക്കം അവൾ ആഗ്രഹിക്കുന്നുമില്ല. ദർശ് ആരെന്നറിഞ്ഞാൽ തന്നെ ഈ നാട്ടിൽ നിന്നും തന്നെ മാറ്റി നിർത്തും അവർ. ഓരോന്നോ ഓർക്കെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി തുമ്പി. നിറഞ്ഞ മിഴികളെ ഒഴുക്കാൻ പോലും അനുവദിക്കാതെ വാശിയോടെ തടഞ്ഞു നിർത്തിയവൻ
അവൾ തന്നെ വിട്ടുപോകുമെന്ന ചിന്ത പോലും അവനെ ദേഷ്യം പിടിപ്പിച്ചു. മറക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഒരിക്കലും അതിന് തനിക്കാവില്ലെന്നും അറിയാമായിരുന്നിട്ടും അവളെ വേദനിപ്പിക്കാൻ ആവാത്തത് കൊണ്ടാണ് ഒഴിഞ്ഞു മാറിയത്. എന്നിട്ടും എല്ലാം പറഞ്ഞിട്ടും തന്നെ തേടി വന്നവൾ, സ്വന്തമെന്ന് അവകാശത്തോടെ പറയാൻ ഈ ഭൂമിയിലുള്ളവൾ, വാശിയും ദേഷ്യവും പ്രണയവുമെല്ലാം ഒരുപോലെ അവനെ വരിഞ്ഞു മുറുക്കി. ഏറെ നേരത്തിന് ശേഷം പുറകിൽ നിന്നും വരിഞ്ഞു മുറുക്കി തന്നോട് ചേർന്ന കുഞ്ഞുടൽ. അത്ര നേരം മുറുക്കി നിന്നവൻ്റെ മുഖം പതിയെ ആർദ്രമായി. പക്ഷെ ഒന്നും മിണ്ടിയില്ല ചേക്കൻ. അങ്ങനെ അവളിപ്പോൾ പോകേണ്ട എന്ന ലൈനാണെന്ന് തോന്നുന്നു. ദർശ, എനിക്ക് നിന്നെ വേണം. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവരെയും പുഞ്ചിരി മാറി ദേഷ്യം നിറയാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. മറഞ്ഞുപോയ ദേഷ്യവും വാശിയും ഒരുപോലെ അവനിൽ നിറഞ്ഞു. ഇന്ന് നീ പോയാൽ പിന്നെ ഒരിക്കലും നീ എന്നെ കാണില്ല വേദ, ഒരിക്കലും. പതിയെ അത്രയും ഉറപ്പോടെ പറയുന്നവൻ അവളുടെ ഹൃദയം മിടിക്കാൻ ഒരു നിമിഷം മറന്നു നിന്നു. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? അവൻ്റെ കൈക്കുള്ളിലേക്ക് കയറി നിന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നവൾ. കണ്ണ് രണ്ടും നിറഞ്ഞു നിൽപ്പുണ്ട്, വിറയ്ക്കുന്ന ചുണ്ടുകൾ. ദേഷ്യവും സങ്കടവുമാണ് മുന്നിൽ. അവനൊരു ചിരിയോടെ അവളെ നോക്കി. തുമ്പിയുടെ കണ്ണൊന്നും മെഴിഞ്ഞു. ഭ്രാന്താണോ നിനക്ക്? ആണെങ്കിൽ ശരിക്കും അവനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. നീ എന്താ ഇങ്ങനെ? അത്രയും നേർത്ത് പോയി അവളുടെ ചോദ്യം. ഒറ്റയ്ക്കല്ലായിരുന്നോ ഞാൻ? എന്നിട്ടും നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഒഴിഞ്ഞു പോന്നതല്ലേ? വീണ്ടും എനിക്ക് പുറകെ വന്നത് നീയാ. ഇനി ശിവ നിന്നെ വിടില്ല വേദ. ഭ്രാന്ത് തന്നെയായിട്ട് കൂട്ടിക്കോ. ആരും ഇല്ലാത്തവനെ സ്വന്തമെന്നു പറയാൻ ഈ ലോകത്ത് ആകെയുള്ളവളോട് തോന്നുന്ന ഭ്രാന്ത്. തുമ്പി ആദ്യമായി കാണുന്നത് പോലെ അവനെ നോക്കി. നോക്കിലും വാക്കിലുമെല്ലാം ഇന്നും പൂർണ്ണമായും ശിവദർശാണവൻ. ആദ്യമായി കണ്ടപ്പോൾ കൗതുകത്തോടെ തന്നെ നോക്കിയവൻ. പിന്നെ എപ്പോഴോ ആ നോട്ടത്തിൽ പ്രണയവും കലർന്നു. അവനെ താൻ അവനായി തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ അവനും. അവൻ്റെ വാശിയും ദേഷ്യവും എല്ലാം തനിക്ക് മുന്നിൽ പുറത്തു വരുന്നത് അതുകൊണ്ടാണ്. വല്ലാത്തൊരു ഇഷ്ടമാണ് അവൾക്ക് തോന്നിയത്. തൻ്റെ സ്വന്തമാണെന്നറിഞ്ഞത് മുതൽ താനും ഏട്ടന്മാരും ജീവിച്ചതുപോലെ തങ്ങളിൽ ഒരാളായിട്ട് ജീവിക്കേണ്ടവനാണ്. പക്ഷേ എല്ലാം കൂടി ഓർക്കെ എത്രയൊക്കെ കലിപ്പ് കാണിച്ചാലും ആ മുഖത്ത് നിറയുന്ന ഓമനത്തം കാണി വെറുതെ പോലും അവനെ നോവിക്കാൻ ആകുന്നുണ്ടായിരുന്നില്ല തുമ്പിക്ക്. പറ, എന്നെ വിട്ട് പോകുമോ നീ? വീണ്ടും ചോദിക്കുന്നവനെ കാണി തന്നോട് വാശി പിടിക്കുന്നവനെ കാണി കരച്ചിലൂടെ അവനെ മുറക്ക പുണർന്നവൾ. ദുഷ്ടനാ നീ, എന്നെ കരയിച്ചു. പരിഭവത്തോടെ പറയുന്നുണ്ട് പെണ്ണ്. അതും ശരിയാണെന്ന് തോന്നിയവന്. ഇല്ലിക്കൽ തറവാട്ടിലെ രാജകുമാരിയാണ്, അഞ്ചേട്ടന്മാരുടെ പ്രാണൻ. അവളെ ആദ്യമായി കരയിക്കുന്നത് താനാകും. ചിരിയോടെ ഓർത്തുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കിയവൻ. ഇതേ സമയം തുമ്പിയുടെ സെക്യൂരിറ്റി ഗാർഡ്സ് വഴി അവളൊന്നും കോളേജിൽ പോയിട്ടില്ലെന്നും ആയുഷിൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയതെന്നും ഇല്ലിക്കലുള്ളവർ എല്ലാം അറിഞ്ഞു. എല്ലാവർക്കും അത്ഭുതമാണ് തോന്നിയത്. ഒപ്പം പറയാതെ പോയതിൽ പരിഭവം. മുത്തശ്ശിയോട് കോളേജിലേക്ക് എന്നും പറഞ്ഞു പോയത് പിന്നെ എന്തിനാ അവനെ കാണാൻ? അർജുനാണ് ആരോടും പറയാതെ ഒറ്റയ്ക്കവൾ പോയത് അവനിൽ ദേഷ്യം നിറച്ചു. അർജുനും ആരവും ഹരിയും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ തറവാട്ടിൽ. ബാക്കി എല്ലാവരും ഓരോ ആവശ്യങ്ങളും തിരക്കുകളുമായി പുറത്താണ്. ഗാർഡ്സ് ആരവിനെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് തറവാട്ടിലേക്ക് വന്നതാണ്. പുറകെ ഹരിയും അജുവും എത്തി. മൂന്നും ഇത്രയും നേരം മുത്തശ്ശിയെ നിർത്തി പൊരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പിണങ്ങി മാറി സോഫയിലിരിക്കുന്നുണ്ട്. നമുക്ക് പോയി അവളെ വിളിച്ചുകൊണ്ട് വരാം. ഹരിയാണ്. അജു അത് ശരി വെച്ച് എഴുന്നേറ്റപ്പോൾ ആരവിന് എന്തോ അത് ശരിയായി തോന്നിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൾ പോയത് അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്കാണ്. അതിലവളെ കുറ്റപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ ഒന്നും ആർക്കും അവകാശമില്ലെന്ന് തോന്നിയവന്. അതേ ചിന്ത തന്നെയാണ് മുത്തശ്ശിക്കും. പിന്നെ ആരോടും ഒന്നും പറയാതെ തുമ്പി പോയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ എന്തെങ്കിലും കാരണവും ഉണ്ടാകും. എത്രയൊക്കെ കുറുമ്പ് കാണിച്ചാലും പക്വതയോടെ ചിന്തിക്കുന്നവൾ തന്നെയാണ് തുമ്പി. നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല? ആരവെന്തോ പറയണേ തുടങ്ങിയതും മുത്തശ്ശിയുടെ ശബ്ദമുയർന്നു. മുത്തശ്ശി എന്തായി പറയുന്നേ? കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരാതെ? ഹരിയാണ്. കുറച്ച് ദേഷ്യം കലർന്നു അവൻ്റെ ചോദ്യത്തിൽ. അവൾ പോയത് അവളെ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ അടുത്തേക്കല്ലേ? നിങ്ങൾ ഈ പരവേശം കണ്ടാൽ തോന്നും ഏതോ അന്യൻ്റെ അടുത്ത മോളെന്ന്. മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും ആരവിൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. ഉറക്കെ ചിരിച്ച മറ്റേ രണ്ടും എടുത്തിട്ടലക്കും എന്നവനറിയാം. എന്ന് വെച്ച് നമുക്ക് അവളിൽ അവകാശമില്ലെന്നാണോ? അജുവാണ്. എന്ന് ഞാൻ പറഞ്ഞോ? അവൾ നിൻ്റെയൊക്കെ പെങ്ങൾ തന്നെയാ, ഒപ്പം അവൻ്റെ ഭാര്യയും. എന്നാലും മുത്തശ്ശി. ഹരി ഒന്ന് തണുത്തു. അളിയനെ പിണക്കാൻ പറ്റില്ലല്ലോ. നീ ആ ഫോൺ എടുത്ത് കൊച്ചിനെ വിളിക്കേ, എന്നിട്ട് എനിക്കിതാ, ഞാൻ സംസാരിക്കാം അവളോട്. മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും ആരവ് വേഗം ഫോൺ എടുത്ത് തുമ്പിപ്പെണ്ണെന്ന് എഴുതിയ നമ്പറിൽ ഡയൽ ചെയ്തു.